വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. അകമല കുഴിയോട് നിവാസികൾ കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയും കാട്ടാന ഇറങ്ങിയ പ്രദേശത്ത് ഭീതി പരത്തി. വടക്കാഞ്ചേരി അകമല കുഴിയോട് നിവാസികൾ കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ്. കഴിഞ്ഞ രാത്രിയും ഒറ്റയാന വാഴക്കൊമ്പൻ പ്രദേശത്തിറങ്ങി ഭീതി പരത്തി. കുഴിയോട് റിസോർട്ടിന്റെ ഭാഗത്തു നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രാത്രി 10 മണിയോടെ കാട്ടാന കാടിറങ്ങി വന്നത്. കോൺട്രാക്ടർ വെള്ളാങ്കണ്ടത്ത് ഗോവിന്ദക്കുട്ടി, കരുപ്പറമ്പിൽ മണിക്കുട്ടൻ, കരുപ്പറമ്പിൽ അശോകൻ എന്നിവരുടെ വീടുകൾക്ക് മുന്നിലൂടെയാണ് കാട്ടാന കടന്നുപോയത്. നായ്ക്കളുടെ കുരക്കേട്ട് പുറത്തിറങ്ങിയ അശോകനും കുടുംബവും മണിക്കുട്ടനും വീട്ടുകാരും തെരുവുവിളക്കിന്റെ വെളിച്ചത്തിൽ കാട്ടാനയെ വ്യക്തമായി കണ്ടതായി പറയുന്നു. കുഴിയോട് ഭാഗത്തെ സൌരവേലി തകർത്ത് കാട്ടാന എത്തിയതാകാമെന്നാണ് പ്രദേശവാസികളുടെ നിഗമനം. പ്രദേശത്തെ പ്രമുഖ കർഷകനായ ഗോവിന്ദൻകുട്ടിയുടെ 3000 വാഴകളും 60ലധികം കവുങ്ങുകളും 20ലധികം തെങ്ങുകളും നെൽകൃഷിയുമടക്കം 1.5 വർഷത്തിനിടെ കാട്ടാനകൾ നശിപ്പിച്ചതായി അദ്ദേഹം പറയുന്നു. ഓണസദ്യയ്ക്ക് ഇലവെട്ടാൻ പോലും പറമ്പിൽ വാഴയില്ലാത്ത സാഹചര്യമാണെന്നും അദ്ദേഹം ദുഃഖത്തോടെ കൂട്ടിച്ചേർത്തു. രാത്രി 10 മണിക്ക് ഇരുചക്രവാഹനങ്ങളിൽ ജോലി കഴിഞ്ഞു വരുന്നവരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന സാഹചര്യമുണ്ടെന്ന് പൂക്കുന്നത്ത് ബാബുവും പറഞ്ഞു. കഴിഞ്ഞ ദിവസം വയനാട് മേപ്പാടിയിൽ ചെയ്തതുപോലെ അകമല കാടുകളിൽ നിന്നും കാട്ടാനകളെ തുരത്തി കുതിരാൻ മല കടത്തിവിടണമെന്നും ശേഷം കുതിരാനിൽ റെയിൽ കൊണ്ടുള്ള ശക്തമായ വേലി സ്ഥാപിക്കണമെന്നുമാണ് മലയോര നിവാസികളുടെ ആവശ്യം. അകമല കുഴിയോട് പ്രദേശങ്ങളിൽ സമാധാനത്തോടെ ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. വാഴാനി ഡാമിൽ കുട്ടവഞ്ചി സവാരിക്കെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സുലഭമായി കാട്ടാനകളെ കാണാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ദൃശ്യങ്ങൾ വിനോദസഞ്ചാരികൾ വാഴാനി ഡാമിൽ നിന്നും പകർത്തിയതാണ്. ന്യൂസ് ഡെസ്ക് CCV.